ഡ്രസ്സെല്ലാം എടുത്താ ഡ്രസ് എടുക്കുന്നു. അതിനെടുത്ത് പൈസ ഈ ഓണത്തിന് എവിടെ മറ്റേ പൂവണ്ടത്തിട്ട് വിൽക്കാൻ നോക്കിയാലോ വൈകുന്നേരം ആദ്യം മേടിക്കാൻ വേണ്ടി പൈസ വേണ്ടേ? പൂവാടത്ത് മേടിക്കണ്ടേ? അതെല്ലാം നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. അതൊന്നും പ്രശ്നമാക്കണ്ട. ചെമ്മന്തി മേടിക്കണം, വാടാമല്ലി മേടിക്കണം, പല ഐറ്റംസ് സാധനം കൊണ്ടുവന്ന ഇതെന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നാ? ഫോണ് കൊറേ ടൈല് എന്നെ വിളിക്കുന്നത്. വിശേഷം വിശേഷമുണ്ട്. പിന്നെ കുടിയലാം. അപ്പൊ അടുത്ത ആഴ്ച 12-ാം തീയതി കുടിയലാം. 12-ാം തീയതി? ആ, ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച വരണോ? ഓക്കെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ആ അല്ലായി, ദേശം അല്ലായി. പോട്ടെ. എല്ലട കൂട്ട ഇന്നെ കൂടെ വിളിച്ചില്ലല്ലോ? എന്നോട് പറഞ്ഞില്ലേ? എന്നാ ഭയങ്കര ചങ്ങായിമാർ ഇതെല്ലാം കെട്ടിത്തരുന്നല്ലോ ഒരു കാലത്ത്. ഇപ്പൊ എന്നാ പണ്ടത്തെ കഥ തന്നെ. എന്നാ എവിടെ കൂട്ട കാര്യം പറ, എന്നാന്ന് സംഭവിച്ചെന്നാ? ചേട്ടാ, ഒരു രക്ഷയില്ല. പരമാവധി ചോദിക്കാൻ പറ്റുന്ന ആളോടുള്ള ഞാൻ ചോദിച്ചു. നീ അങ്ങനെ പറയല്ലടാ. നീ കൂടുതൽ ടൈമൊന്നും വേണ്ട. 2 മാസത്തിനുള്ളിൽ ഞാൻ ആ പൈസ എന്തായാലും നിനക്ക് എത്തിച്ചേരാം. എങ്ങനെയായാലും നോക്കിച്ചാടാ. ഇനിയിപ്പോ ബ്ലേഡ് നിങ്ങാറ്റ് എടുക്കേണ്ടി വരും. എങ്ങനെയാണ് എനിക്ക് അത്രയും പ്രതീക്ഷ? നീ എങ്ങനെയായാലും ഒരു മിനിറ്റ്. പലിശേൻ്റെ കാര്യം അറിയാളാ. അടവ് തെറ്റിയാൽ ഞാൻ വീട്ടിലേക്ക് വരും. 2 മാസത്തേക്കാവും. അതിലെടുക്കാൻ എന്തെങ്കിലും ക്ലോസ് ചെയ്യും. 2 മാസം എന്നിട്ട് ഞാൻ മേടിച്ചതാണ്. അടവ് തെറ്റിയേക്കറ്. 2 മാസം നമ്മൾ ഡയലെടുത്ത് ഞാൻ എത്തിച്ചേരാം. ടെൻഷൻ അടിക്കണ്ട കേട്ടാ. 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് കുറേ തവണ ഫോണും വിളിച്ചു. ഫോണും എടുക്കുന്നില്ല. ഞാനിട്ട് വീട്ടിൽ പോയിട്ടും കാണാൻ പറ്റില്ല. രക്ഷയില്ലാണ്ട് നേരം ഞാൻ ഓളെ താഴെ പറയാൻ പറ്റിട്ട് ആ കടങ്ങ് കെട്ടി. അല്ല കൂട്ട എനിക്ക് ആ പൈസ കിട്ടീന്. എനിക്ക് പൈസ കിട്ടീന് 1 കൊല്ലത്തിന് ശേഷം. അതിനെപ്പോഴെന്നാര് പണം കടം കൊടുത്തിട്ട് ബന്ധങ്ങളില്ലാണ്ടാകുന്നത് എങ്ങനെയാണ്? ശരിയാണ്.